തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു മോഹൻ. You old man, very good man. നല്ല അടിപൊളി വീഡിയോസ് വരാനുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. നമ്മളുള്ളത് സെർബിയയിലാണ്. സെർബിയയുടെ ബെൽഗ്രേഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുകൾ അറിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെൽഗ്രേഡിലെ കാഴ്ചകളാണ്. പിന്നെ ഇന്ന് നമ്മൾ പോകുന്നത് ബെൽഗ്രേഡ് മാർക്കറ്റാണ്. കാരണം ഞാൻ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യും. കാരണം ഒരു മാർക്കറ്റിനോട് കയറിയാൽ മാത്രമേ ആ ഒരു ജനങ്ങളുടെ ഭക്ഷണ രീതിയും അതുപോലെ ഡെയിലി ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ബെൽഗ്രേഡ് തന്നെയുള്ള മെയിൻ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. പിന്നെ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അറിയാലോ, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ ഒരു ടാബ് ഗിവ് കൊടുക്കുന്നുണ്ട് ഔർ ഷോപ്പിയുടെ വക. ആ ടാബ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഔർ ഷോപ്പിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ ഒന്ന് റീഫ്രഷ് ചെയ്ത് പുതിയ കോഡ് കമൻറ്റ് ചെയ്യുക. അതല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുത്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഔർ ഷോപ്പിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ അവർ എല്ലാ ദിവസവും വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്, അത് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് സ്കൂട്ടർ ആട്ടോ, വെസ്പോ പോകുന്ന സ്കൂട്ടർ, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇതുണ്ടോ കുട്ടികൾ പെയിന്റ് അടിച്ചത് മൊത്തം മാറ്റി വരും, ഒരു പുതിയ പെയിന്റ് അടിക്കുക. ചുമരമല്ലേ നമ്മൾ ഇന്നലെ വന്ന് നോക്കിയാൽ മൊത്തം നമ്മളിപ്പോൾ മാർക്കറ്റിലെത്തി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആൾക്കാരെ തിരക്കണെങ്കിൽ കാണാം. ഇതാണ് ശരിക്കും മാർക്കറ്റ് സ്റ്റാർട്ടിങ് കേട്ടോ. ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കയറി നോക്കാം എന്താ ഉള്ളത്. ഇവിടെ മെറ്റലിൽ ചെറിയ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടി അതിന് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നിലമൊക്കെ നല്ല വൃത്തിയാണ്. മാർക്കറ്റാന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. കലാനിക് ഗ്രീൻ മാർക്കറ്റ് പേര് കലാനിക് ഗ്രീൻ മാർക്കറ്റ്. ആ പറഞ്ഞ പേരട്ടോ, കലേനിക് ഗ്രീൻ. ആ പറഞ്ഞ മാർക്കറ്റ്, അതാണ് പേരിൻ്റെ. ഇത് ഫ്ലവേഴ്സിൻ്റെ ഏരിയ ഇത് മുഴുവനും. നല്ല കോഫീൻ്റെ മണമുണ്ടേ. ഓഹോ, ഇത് രസകരം മണം. ഇത് ബ്രെഡിൻ്റെ കോഫി ഷോപ്പാണ് ഇതൊക്കെ. ഈ വയസ്സായ ആളുകൾ മാസ്ക് ഇടുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക്. പിന്നെ ഇവിടെ ഷോപ്പിനകത്ത് കയറാൻ ലിമിറ്റ് ഉണ്ട്, എല്ലാവർക്കും കയറാൻ പറ്റില്ല. ഇത്ര ആൾക്കാർ 3, 4, 5 ആൾക്കാർക്ക് കയറാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇത് ശിവര സിംഗിൾ ഷോട്ട് എടുത്തോ. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റ്. ഇതിനുള്ളിൽ എന്താ കിള്ള നോക്കുന്നത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നാട്ടിലും ഭയങ്കര മെയ്ഡ് ഇൻ ഇറ്റലിൻ്റെ 10,000 രൂപേൻ്റെ സാലറി എടുത്ത് ചിലപ്പോൾ 50 രൂപ കിട്ടുന്നുണ്ടോ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലെ മൊത്തത്തിൽ. ഇത് ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ് ഇതിനുള്ളിൽ. ഇവിടെ നിലത്തിരുന്ന് കാർപ്പറ്റ് വരുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക്സ് ആണ്. ഇത് ലൈറ്റ് LEDs ജാക്കറ്റ്സ്. അടിപൊളി മാർക്കറ്റാണല്ലേ. ടൂൾസിൻ്റെ ചെറിയ ഷോപ്പ്, പ്ലംബിങ് ഐറ്റംസ് അല്ലേ ഇവിടെയുള്ളത്. ഇത് വീട്ടിൽ നിന്ന് വരുന്ന ലേഡീസിൻ്റെ ഡ്രസ്സുകൾ. പക്ഷെ ഒന്നും ആരും കാണുന്നില്ല. ഇവിടെ സ്റ്റാളൊക്കെ ക്ലോസ് ആണ്, കുട്ടികളുടെ ഡ്രസ്സുകൾ. ഇവിടുത്തെ ഈ സ്റ്റാളുകളൊക്കെ ക്ലോസ് ആട്ടോ, ഒന്നും ഓപ്പൺ ഇല്ല ഇവിടെ. പച്ചക്കറി മാർക്കറ്റ്. എടാ ഉള്ളിക്ക് എത്ര വില അറിയിക്ക്? 80 റുപ്യ എടുത്തത്. നാട്ടിലത്തെ 40 രൂപയുടെ ഉള്ളിക്ക് 50 രൂപ ഉള്ളിക്ക് കേട്ടോ. ക്യാപ്സിക്കം ഉണ്ട്, ക്യാപ്സിക്കത്തിന് 50 രൂപ കൊടുത്ത്. നാട്ടിലത്തെ 30. അമ്മമ്മ ആണ് വിൽക്കുന്നത്. ഇതൊക്കെ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലൊക്കെ ഏരിയയാണ് സംഭവം. ഇന്ന് പിന്നെ വീക്കെൻഡ് അല്ലേ, അതുകൊണ്ടാണ് തിരക്കില്ലത്. തക്കാളിയാ, ടൊമാറ്റോ, സ്മോൾ ടൊമാറ്റോ. ടൊമാറ്റോ, തക്കാളിനെ വേറെന്തോ പേര് കണ്ടവർ. പിന്നെ ഫ്രഷ് ആട്ടോ, അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഇതടക്കം വരുന്നുണ്ട് സംഭവങ്ങൾ. അടിപൊളി. ഇത് കുറച്ച് കൂർത്ത ടൈപ്പ് തക്കാളി. ഇത് സ്പിനച്ച് ഉണ്ട്. ഒരു
തക്കാളിൻ്റെ വലിപ്പം നോക്കിയാൽ ഓക്കെ എൻ്റെ കൈൻ്റെ വലിപ്പം തക്കാളിൻ്റെ എല്ലാ വലിപ്പം സൈസും ഉണ്ട് വളരെ ചെറുത് തൊട്ടിട്ട് ഉണ്ട്. താങ്ക് യു ടൊമാറ്റോ താങ്ക് യു ഫ്രൂട്ട്സ്. ഇതാണ് നമ്മൾ ലെമനോട് ഇവിടുത്തെ ചെറുനാരൻ കേട്ടോ. വലിപ്പം പോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ സലാഡ്സിനൊക്കെ പറ്റിയ സാധനങ്ങളാണ്. പയറുവർഗ്ഗങ്ങൾ നല്ല കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാബേജ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഉരുളക്കിഴങ്ങ് തന്നെ ഇവിടെയും. പിന്നെ നമ്മളെ നാട്ടിലത്തെ പിരിയമുളക് എന്നൊക്കെ പറയും ഇവിടുത്തെ മുളക്. പക്ഷേ കുറച്ച് വലിപ്പം കൂടുതൽ കേട്ടോ. ഈ ഒരു മുളകിന് മണികൾ കുറച്ച് വലിപ്പം കൂടുതൽ. ഇത് മാർക്കറ്റിൻ്റെ വേറെ ഭാഗമാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ആർക്കും വേണമെങ്കിൽ നടക്കാം, മാസ്കും വേണ്ട, ഒന്നും മതി. ഉരുളക്കിഴങ്ങ് ഫ്രൂട്ട്സ് ഉണ്ട്, അവക്കാഡോ ഉണ്ട്, സബർജില്ലി ഉണ്ട്, കിവി ഉണ്ട്. കിവി പക്ഷേ നല്ല വലിപ്പമുള്ള കിവി കേട്ടോ. നമ്മളെ ഉറുമാമ്പഴമുണ്ട്. ഉറുമാമ്പഴം 2 കളറുണ്ട്. ഗ്രേപ്പ്, ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നുമില്ല. ആളുവോ എന്നുള്ള വർത്താനമില്ല. സാധാരണ ഞാൻ ഭൂട്ടാനിൽ ഒരുപാട് രാജ്യങ്ങൾ കാണിച്ച അതേ മാർക്കറ്റിംഗ് സ്റ്റൈലാണ്. ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോളും. ആരും വിളിച്ച് കയറുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഇവിടെ പംകിൻ ഉണ്ട് കേട്ടോ. പംകിൻ പീസാക്കി വെച്ചിട്ടുണ്ടോ. ക്യാപ്സിക്കം ഒരുപാടുണ്ട്. ഒരു എരിവും ഇല്ലാത്ത ഭക്ഷണമൊക്കെ നാട്ടുകാർ. പക്ഷേ ഇതുപോലത്തെ ക്യാപ്സിക്കത്തിൻ്റെ മുളകുകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് നട്ട്സാണ്, പയറുവർഗ്ഗങ്ങൾ. മമ്പയർ എന്നൊക്കെ പറഞ്ഞാൽ 400 200 300 രൂപ റേറ്റ് ഉണ്ടാവും. നമ്മുടെ മമ്പയർ, നമ്മുടെ നാട്ടിൽ പായസം വെക്കുന്ന മമ്പയർ അതുണ്ടല്ലോ. അതന്നെ പായസം വെക്കുന്ന മമ്പയറുണ്ട്. ഇതും തക്കാളിൻ്റെ ഷോപ്പാണ്. പിന്നെ മൂപ്പർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടും. ഈ ഒരു മുളക് ഉണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്ന മുളകില്ലേ, ബജ്ജി ഉണ്ടാക്കുന്ന മുളക് പോലുണ്ട് ഈ കാണുമ്പോൾ. ഒരു തക്കാളി നോക്കിയടാ. മൂക്കുള്ള തക്കാളിയാ. അതെന്താ മൂക്കുള്ള തക്കാളി. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ സോസ് ആയിട്ട് കെച്ചപ്പില്ല. ഇത് ചില്ലി സോസാണ്. ഇവിടെ നമുക്ക് മുളകിൻ്റെ കുരുകുരു കാണാൻ പറ്റും. ചില്ലി സോസ് ഇത്. പിന്നെ ഇതൊക്കെ ചില്ലി സോസ് ഉണ്ട് കേട്ടോ. ഇവിടെ മുളകുണ്ട്, ഉപ്പിലിട്ട മുളകുണ്ട്. ഓക്കെ വാവ്. അതുപോലെ ഇവർ ഇതിൽ ഡിസൈൻ ആക്കിയിട്ടുണ്ടോ. ഇത് ഫ്രൂട്ട്സ് ആണ്. ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ആക്കിയിട്ടുണ്ടോ. ചെറിയ പംകിനുള്ള ടൈപ്പിൽ ഫോട്ടോ ഒക്കെ വരച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇതൊക്കെ എടുത്തോ. ഇതും അച്ചാറാണ്. അച്ചാറിൻ്റെ കുപ്പിയാണ്. പ്ലാസ്റ്റിക് അല്ല, പൊട്ടുന്ന കുപ്പി കേട്ടോ. മാങ്ങ അച്ചാറിന് സ്പൈസി. ഇവിടുത്തെ സ്പൈസി അത്രയും ഉണ്ടാവില്ല. മിക്കവാറും മധുരമായിരിക്കും. ഇതിൻ്റെ പേര് തന്നെ പറഞ്ഞത് ചെസ്നട്ടില്ല. ഇത് അല്ലടാ ചെസ്നട്ട്. നമ്മൾ ഇന്നലെ പൊരിക്കുന്നിട്ടില്ല സ്ട്രീറ്റിൽ നിന്ന് രാത്രിക്ക് പോയാലോ. വാൾനട്ട് അതന്നെ. ഇത് ചെസ്നട്ട് ഇത് വറുത്തിട്ടാണ് അങ്ങനെ വരുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് പറയണം. നേരത്തെ കണ്ട മുളക് ഇവരെ ഉണക്കി പിടിച്ചിട്ടുണ്ടോ. നല്ല ഇതിൽ 3 കളേഴ്സായിട്ട് ഉണക്കി പിടിച്ചിട്ടുണ്ടോ. യാ വെള്ളം അടിക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ആപത്ത്. കൊടുക്കേണ്ടി വരുമല്ലോ. ബിയർ. യോ ഗുഡ് ഗുഡ് ഗുഡ്. No, we don't. No. നമുക്ക് ബിയർ കേട്ടോ. വേണ്ട. നോ വി ഡോണ്ട്. ഹാനികരമായിട്ടൊന്നുമല്ല, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഹാനികരം എന്നാരാ പറഞ്ഞത്, അതിൽ വെറുതെ പറയുന്നത്. കാരണം അങ്ങനെ ഹാനികരമാണ്. മൂപ്പരെല്ലാം കൂടുതൽ കുണ്ടിക്കിടക്കേണ്ട സമയമായി. താങ്ക് യു. ആ അല്ല എന്തുമില്ല, അമിതമായ മാത്രമേ പ്രശ്നമുള്ളൂ. ടച്ചിങ്സിന് മുളകെടുത്തടിക്കോ ഓണ്ടെല്ലാം ഭാഗ്യോ. ഇതൊക്കെ ഇതാട്ടോ. ഇനി നമ്മൾ മാർക്കറ്റിൻ്റെ പുറത്തെത്തി. ഇപ്പം വേറെ എന്തെല്ലാം നോക്കി. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പച്ചക്കറിയും വെജിറ്റബിൾസും ഭയങ്കര ഫ്രഷ് ആണ്. ഇതെന്താണെന്ന് അറിയോ. നമ്മുടെ നാട്ടിലെ ബത്താസ് എന്ന് പറയും കേട്ടോ. മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് കേട്ടോ. ചേനയിലും പോലത്തെ മധുരക്കിഴങ്ങ്. ഹായ് താങ്ക് യു. മധുരക്കിഴങ്ങ് കേട്ടത് എന്തോ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നോക്കണ്ട. നമുക്കെന്ത് വേണ്ടത്, നമുക്ക് ആൾക്കാരെ സ്ഥലം കാണിച്ചു നോക്കണം. എത്ര തന്നെ കഴിഞ്ഞ മാർക്കറ്റ്. ഹായ് താങ്ക് യു. You're from India. Okay. Beans. അങ്ങനെ പറയാ. താങ്ക് യു. Bye.
ഇവിടെ ചെസ് ചെയ്യുന്നല്ലോ കളിച്ചാലോ നമുക്ക് ചെസ് കളിച്ചാലോ പൈസ വെച്ചില്ലേ അയ്യോ ഞാൻ ചെസ് കളിക്കട്ടെ ഒരു പണിയില്ലല്ലോ നാട്ടിലെ കവലയിലൊക്കെ ബുദ്ധിമാന്മാരുടെ കളി ചെസ് രാവിലെ ഒരു ഓക്കെ ഇന്ത്യ വേഴ്സസ് സെർബിയ. അവിടെ തള്ളു കുറച്ച് കുറക്കടാ. ഞാൻ ഏതായാലും ചെസ് കളിക്കല്ലോ. ഓക്കെ, നമ്മുടെ ബോർഡാണ്. അവിടെ വെറുതെ തള്ളണ്ട, അങ്ങനെയൊന്നുമല്ല. നോ ഞങ്ങൾക്ക് മൊബൈൽ കളിച്ചു. ഓക്കെ, നമ്മൾ ചെസ് കളിക്കണം. നീ ഫസ്റ്റ്. ഇല്ലടോ പാട്ട് മത്സരം ഇല്ല. ഇന്ത്യയിലേക്ക് വിളിക്കാം. അത്ര ഇല്ല. സോറി, കള്ളക്കളി നല്ലടോ. നീ ഒന്നും പറയല്ലേ. ഇയാളെ പറ്റിക്കാൻ നോക്കുമ്പോ നീ ഇതാക്കാൻ നിൽക്കില്ലട്ടാ. ഇല്ല, ബാക്കി നീ പിടിച്ചെന്നാ പിടിച്ചോ. കട്ടിയാക്കി പിടിച്ചോട്ടാ. ഇന്ന് നമ്മൾ ജയിച്ചിട്ടേ പോകും. അങ്ങനെ വരാൻ പാടാ. ശരി, പറയിപ്പിച്ചടാ. ശരിക്കും പോയടാ. സെർബിയ പോയിട്ട് ചെസ് കളിച്ച് തോറ്റേ. ഇറങ്ങി കയ്യിലോ. ഐ ഗിവ് യു $10 പ്ലീസ് ലെറ്റ് മീ. ആശാനാണോ? ആശാൻ ഒരു ആശാനാട്ടോ. ചാമ്പ്യനൊക്കെ തള്ളി വെറുതെ അല്ല. തള്ളിയിട്ട് കാര്യമില്ല. ഒരുത്തനിടെ ചാമ്പ്യൻ എന്നിട്ട് ഇറങ്ങിയതാ. തോറ്റാൽ കൂവാൻ പറ്റുമോ മല്ലു? തോറ്റാൽ കൂവാൻ പറ്റുമോ? ശരിയാക്കി തരാം. ഓക്കെ, എടാ ഞാൻ ഇത് കളിച്ച് കുറെ കൊല്ലം കേട്ടോ. പിന്നെ കേറി. ഓ, മറ്റേ മുൻകൂർ ജാമ്യം എടുത്തല്ലോ അല്ലേ? പിന്നെയും ചകാനാക്കല്ലോ. കളി വരുന്നല്ലോ മൊത്തത്തില്. കള്ളക്കളി കള്ളക്കളി കള്ളക്കളി. തട്ടിട് തട്ടിട്. ചായ പറടാ. ചായ പറയേണ്ടി വരും. അശോകന് ക്ഷീണമാകാം. അതല്ല വസു, തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു. മോഹൻ, You old man, very good man. Good man. Good man. You good. All right. This is your secret? Me? I don't know play. ഓൻ തള്ളി മറിച്ചു വെറുതെ. He don't ബുദ്ധിയില്ല. No, I don't smoke. No smoke. No smoke. No smoke. No smoke. Smoking. No. Smoking. Do smoking. Okay. Thank you. ഞാൻ തോറ്റേ ചെസ് കളിയിൽ തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. എമ്മാതിരി തോവിയാടോ. അയാളെന്ത് കളി അറിയോ? നിന്റെ പോക്കെല്ലാം കണ്ടിട്ട് സത്യം പറഞ്ഞാലേ കളിക്കലുണ്ട് വേണ്ടേ. മൊബൈൽ കളിക്കുന്നല്ലാണ്ട് ഇഞ്ചാ മൊബൈൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് അടിച്ച ബേക്കിൽ ഇടാം. ഇത് ഒലീവാട്ടോ, ഒറിജിനൽ ഒലീവാ ഇത്. ഇതൊക്കെ ബേക്കറി ഐറ്റംസ് ഇവിടെ. കേക്ക് ഐറ്റംസ് ആണ്. അടിപൊളിയാണ്. മിൽക്ക് പ്രൊഡക്റ്റുകൾ കേട്ടോ. കേക്കറി ബേക്കറി ഒക്കെ ഉണ്ട്. ഞാൻ മീൻ കാണിച്ചിടാം. നല്ല മണമുള്ള മീനാണ്. ഇത് കല്ലുമ്മക്കായുണ്ടല്ലോ. കല്ലുമ്മക്കായുണ്ട്, നീരാളിയുണ്ട്, ചെമ്മീനുണ്ട്. പക്ഷെ പുഴ മത്സ്യം കേട്ടോ. പുഴ മത്സ്യം അധികം കൂടുതൽ. കടൽ മത്സ്യം ഇല്ല. ഇത് മറ്റേ നമ്മുടെ ഷാർക്ക് ചെറുത്. കടലില്ലല്ല, പുഴ മത്സ്യം കൂടുതൽ. നല്ല വിലയും. 3200 കിലോനൊക്കെ. 690 ചെമ്മീൻ. ഈ ചെമ്മീൻ 690. 690 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 500 രൂപ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുറത്തേക്കാണ് പോകുന്നത്. ചെസ്സിയിൽ തോട്ടുകൊണ്ട് മൊത്തം മൂടും പോയി. ജയിക്കുന്ന വിചാരിച്ചിനോ? ഇല്ലടോ. അല്ല, ഒന്നുണ്ട് കേട്ടോ. അവര് രാവിലെ അവിടെ വന്നിരുന്നാൽ രാത്രി അവരുടെ വീട്ടിലേക്ക് പോകും. പെട്ടി സിഗരറ്റ് തീരുന്നവർ ഇന്ന് ചെസ് കളി തന്നെ.
പോയി ഇന്ത്യയുടെ മനം പോയി. ഇന്ത്യ വേഴ്സസ് സെർബിയയിൽ ഇന്ത്യ തോറ്റു കേട്ടോ. അവിടെ മാനം പോയി. ഇവിടെ ഇറച്ചിയാണ്, പോർക്കല്ല. അത് പോർക്കാം. ആ വെള്ള സ്കിൻ വരുന്ന പോർക്കാണ് അത്. ഇത് നമ്മളെ ബീഫ്. ഇവിടെ ഉണ്ട് മീൻ. ഇത് കുറച്ച് കളർഫുൾ മീനുണ്ട് കേട്ടോ ഇവിടെ. ടൈഗർ ഷാർക്ക്, ടൈഗർ കൊഞ്ച. നീ എന്ത് പേരുണ്ടല്ലോ ഇപ്പോൾ? ഞാൻ ഒമാൻ ഇടാ ഷാർജയിലെ ഫിഷ് മാർക്കറ്റിൻ്റെ വീഡിയോ അവർ പഠിപ്പിച്ചില്ല ഓരോ ചെമ്മീൻ്റെ ഡിസൈൻസ്. ഇവിടെ മസാല പെരക്കിയ മീനുണ്ട്, റെഡി ടു ഇറ്റ്. പക്ഷെ അത് മ്യൂസിക്കിലുണ്ട്, അധികം അടുപ്പിക്കാതെ. ഇത്രയും കഷ്ടപ്പെട്ടൊരു കോപ്പറേറ്റ് എടുത്ത് എത്ര സങ്കടം ഉണ്ടാവും. പോവാന്നാലും പുറത്തേക്ക്. ഇവിടെ ഇപ്പോൾ ഇവിടെ കരകൗശല വസ്തുക്കളാണ്. ക്രിസ്ത്യൻസിൻ്റെ ആ ഒരു കുരിശൊക്കെ ഉണ്ട് ഇവിടെ. നല്ല സ്മെല്ലാണ്. ഊതിൻ്റെ ഒക്കെ സ്മെല്ല്. മെഴുകുതിരിയാണ്. കുന്തിരിക്ക പോക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ ഉണ്ടാകും കേട്ടോ. ഇതൊരു എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഈ പിന്നെ ഭക്തിപരമായ കാര്യങ്ങൾ വെക്കുന്ന സ്റ്റോർസ് ഇല്ലേ, അത് ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ഉപ്പിലിട്ട പോലുണ്ട് കാണുമ്പോൾ. മിക്കവാറും മധുരമായിരിക്കും എന്തായാലും. ആ ഉള്ളിയാണിത്. ഇത് ഉള്ളിയാ. നല്ല മണം. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് മറ്റേ നമ്മളെ നാട്ടിൽ കാണുന്ന സാധനം. ഇത് കണ്ടുപിടിക്കുക മൾബറി. മൾബറി വലിയ മൾബറി അല്ല, മൾബറി ഇത് ഇവിടെ വിൽക്കുന്നില്ല കേട്ടോ. വാങ്ങിയാലൊന്ന് പൈസ ചോദിച്ചാലോ? ഹൗ മച്ച്? 350. 350, 100 സംതിങ് ഉണ്ട്. നമ്മുടെ അത്ര ബഡ്ജറ്റ് ഉണ്ടോ സാർ? ഫിനാൻസ് മാനേജർ. നോ താങ്ക് യു. എനിക്ക് വേണോ? വേണ്ടാന്ന് പറയാം ഷെബീറ. നീ വേണ്ടാന്ന് പറയാം ഷെബീറ. എന്നാലും ഓളോ മുമ്പിൽ നാണം കെടും ഞാൻ. അല്ലെങ്കിൽ ഓളിയൊക്കെ പൈസയായിട്ട് മേടിക്കാത്തത്. എടാ ഷെബീറ, ഞാൻ എന്നോട് ഇപ്പോൾ ഇത് വേണോ ചോദിക്കും. നീ വേണ്ട പറയാ. ഇത് വേണത് വേണോ? ഷെബീർ വേണ്ട തന്നെ വേണ്ട. ഷെബീർ വേണ്ട പിന്നെ വേണ്ട. പൈസ കഴിഞ്ഞിട്ടൊന്നുമല്ല കേട്ടാ. ഷെബീർ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്താ മറ്റേ സാധനം കൊണ്ടുപോകുന്ന വണ്ടിയിലാണല്ലോ. ചോക്ലേറ്റ് ഷോപ്പ്. ചോക്ലേറ്റ് ഷോപ്പ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷോപ്പാണ് മൊത്തം. നല്ല നമ്മൾ ന്യൂട്ടലൻഡാണ്. തിരിച്ചു പോകുമ്പോൾ എടുത്തോ, ദുബൈയിൽ നിന്നോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റിലെ കാഴ്ചകൾ. ഓരോ സ്ഥലത്ത് മാർക്കറ്റ് കണ്ടാൽ മാത്രം ആ ഒരു സ്ഥലത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഏത് രാജ്യത്ത് പോയാലും എത്ര സമയം ലേറ്റ് ആയാലും ഞാൻ മാർക്കറ്റ് തപ്പിപ്പിടിച്ച് കയറുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലഗുകളില്ലേ, ഇവിടുത്തെ അഡാപ്റ്റർ പ്ലഗുകളൊക്കെ നിങ്ങളാണ്ട് ഇങ്ങനത്തെ ഇട വേണ്ടത്. ഇതേപോലത്തെ 2 പിൻ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന 3 പിന്നൊന്നും ഇവിടെ ആവില്ല. നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇങ്ങനെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് പിന്നുകൾ വരിക. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പിന്നില്ല, അത് ഇവിടെ കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല കേട്ടോ, വർക്കാവില്ല. ഇവിടെ അഡാപ്റ്റർ എന്തായാലും വാങ്ങണം. ഇത് പിന്നെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന പേപ്പറാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിന് പകരം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന റോൾ പേപ്പേഴ്സ് ഇതൊക്കെ. ഇത് വെള്ളം കുടിക്കുന്ന ഗ്ലാസ്. ആ ഗ്ലാസിന്റെ ഫോട്ടോ ഒന്ന് ഇൻഷുർ എടുക്കണം, എല്ലാവരും കണ്ടോട്ടോ. പൈപ്പിൽ വെള്ളം കോരി അങ്ങനെ ഓരോ ഗ്ലാസ് വെള്ളം കോരിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് ടൈം എടുക്കും, എന്നാലും ഓക്കെയാണ്. നല്ല ടീഷർട്ട് ഉണ്ടല്ലോ. നമ്മൾ കാണുമ്പോൾ റേറ്റ് കൂട്ടും. ഇവിടെ ഭയങ്കര എനിക്ക് രസം എനിക്ക് ദുബൈയിലെത്തിക്കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും കേട്ടോ 2 ദിവസം നമുക്ക്. കാരണം ഇവിടെ പിന്നെ തണുപ്പടിച്ചിട്ടില്ലേ, ദുബൈയിലേക്ക് നമുക്ക് ചൂട് ഫീൽ ചെയ്യും. ജെസ്സിയിൽ 3 ടീഷർട്ട് ഇട്ട്. യെസ്, തണുത്തിട്ട് എല്ലാവരും വിചാരിക്കും ജെസ്സിയിൽ തടിച്ചു, ചുമ്മേർ വിചാരിക്കും ജെസ്സിയിൽ അടിച്ചു ഉഷാറായി. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് ആണോ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും മാർക്കറ്റിൽ വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ ഏത് രാജ്യത്തോളം ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യും, നിങ്ങൾ എന്തായാലും അവിടുത്തെ മാർക്കറ്റ് ഒന്ന് കയറിയിറങ്ങണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പം ഇവിടുത്തെ വീഡിയോസ് ഏതെല്ലാം തീരാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിന് കുറച്ച് വീഡിയോസ് കൂടി ഇല്ല. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ദുബൈയിലേക്ക് പോയിട്ട് നാട്ടിലേക്ക് പോകും. അടുത്ത രാജ്യം ഷെഡ്യൂളായിട്ടുണ്ട്, എങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഉടനെ ഏകദേശം ഒരു 10-15 എപ്പിസോഡിനുള്ളിൽ തന്നെ 15 വീഡിയോസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടുത്ത രാജ്യം പോകാൻ വേണ്ടി തുടങ്ങും. ഇനി മുതൽ കാണുന്നത് യൂറോപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാജ്യത്തേക്ക് അടുത്ത് പോകട്ടോ. കാരണം ഒരേ സ്റ്റൈലിൽ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കാര്യമില്ല. അപ്പോൾ അടുത്ത മിക്കവാറും നമ്മൾ യൂറോപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാജ്യങ്ങളിലേക്കാണ് പോകുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. എല്ലാവരും അറിയട്ടെ ഇങ്ങനെ ഒരു യാത്രയുണ്ട്, നല്ല നല്ല യാത്ര വീഡിയോസ് വരുന്നുണ്ടെന്നല്ല കേട്ടോ. അപ്പോൾ മറന്നു വേണ്ട, അവർ ഷോപ്പിയുടെ ടാബ് ഗിവ് അവേ ഇട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നോക്കുക. പിന്നെ
ഒരുപാട് നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.